അവസാനം ആന വൈൽഡ് അത് നേരത്തെ ഒരു പാപ്പാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആന ആ തുമ്പിക്കൈ ഉപയോഗിച്ച് പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക, ഇത് ബെൽറ്റ് അടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുറയിൽ കൂടി ആ കാലിൽ ബെൽറ്റ് അടിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ദൃശ്യത്തിൽ കാണാം ആനയുടെ ഒരു വൈൽഡ് സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. തൊട്ട് സമീപത്തുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ആന തകർത്തിട്ടുണ്ട്. രാവിലെ ഇവിടെ തൊഴിക്കുന്നതിന് വേണ്ടി ഇവിടെ വലിയ തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനവാസ മേഖലയാണ്, തൊട്ട് സമീപത്തൊക്കെ ആൾക്കാരുണ്ട്. അമ്പലത്തിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം, വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സാഹചര്യം. കാരണം മാത്രം വയലന്റ് ആണ് ഈ ആന. സമീപ പ്രദേശത്തുള്ള ഈ പന്തല്, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ആളുകൾക്ക് നേരെ, അതോടൊപ്പം മരങ്ങൾ, ഇതൊക്കെ ആക്രമിക്കാനുള്ള ഒരു ത്വരയിലാണ് ഇപ്പോൾ പാർത്ഥസാരഥി ഉള്ളത്. അതിനെ തളക്കുക എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. ഇന്നാലക്കൂടെ RRT സംഘം എത്തിയിട്ടുണ്ട്. ആ കാറ് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത് വീണ്ടും മറിച്ചിരിക്കുകയാണ്. ആദ്യം ഒരു വട്ടം മറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും അത് പിന്നെയും മറിച്ച് ഇട്ട് അതിൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ തീർക്കുകയാണ്. അത് ആ തുമ്പിക്കയും അതോടൊപ്പം തന്നെ കൊമ്പ് ഉപയോഗിച്ച് അത് കുത്തിമറിച്ച് തകർത്തെറിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് ആർക്കും വ്യക്തത വന്നിട്ടില്ല. ഈ ഡോക്ടർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മൈക്രോവേവ് നൽകി കിടക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എത്തും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തും. RRT സംഘവും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന ഈ വൈൽഡ് സ്വഭാവം നിർത്തുന്നില്ല.